ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അച്ചൂട്ടനെ തിരികെ ലഭിച്ചതിൻ്റെ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ് രാധയും സഹോദരിമാരും. ഇതേ സമയം തന്നെ മേഘനാഥൻ വളരെ സങ്കടത്തിലും നിൽക്കുന്നുണ്ട്. തൻ്റെ മകനെ ഇത്രയും ദൂരം വന്നിട്ടും ഇത്രയും അന്വേഷിച്ചിട്ടും കിട്ടാത്തതിൻ്റെ സങ്കടം. കൂടെയുള്ള ആ പയ്യൻ പറയുന്നുണ്ട്, സാറേ നമുക്ക് പോണ്ടേ എന്ന്. എവിടേക്കാണെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ, അല്ല തൃപ്പങ്ങോട്ടേക്ക് പോണ്ടേ. തൃപ്പങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് കാര്യം, എന്ത് പ്രയോജനം? തൃപ്പങ്ങോട്ട് നിന്ന് പുറപ്പെട്ടു പോയ ആ പെണ്ണുങ്ങളുടെ ചോരയിൽ ചവിട്ടി മെതിച്ച് ഞാൻ എൻ്റെ മകനെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത്. ഇനി വെറും കൈയോടെ തോറ്റു മടങ്ങി ചെന്നിട്ട് അമ്മയോട് ഞാൻ എന്ത് പറയും? നാണം വരില്ലേ എനിക്ക് എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യും സാറ്, അതൊന്ന് പറഞ്ഞതാ. മേഘനാഥൻ പറയുന്നു, പറയാം. ആ നാരായണൻ കുട്ടിയെല്ലാം ഒരു കരയ്ക്ക് അടുപ്പിച്ചതാണ്. അവൻ എൻ്റെ കാശിനാഥനെയും ആ പയ്യനെ തിരിച്ചറിഞ്ഞ തട്ടിയെടുത്ത പെണ്ണുങ്ങളെയും അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ എല്ലാം നാനാവിധമായിപ്പോയി. അവൻ ചത്തു കാണുമെന്നാണ് തോന്നുന്നത്. എല്ലാം ഇനി ഒന്നേന്ന് ആരംഭിക്കണോ എനിക്ക്? അതാ വേണ്ടത്. അതിന് നമ്മളിവിടെ നിന്നിട്ട് എന്ത് കാര്യമാവുള്ളത്? സാറ് പറയുന്ന കൂടെയുള്ളവൻ പറയുന്നു, നമ്മൾ ഇവിടെ ഈ നഗരത്തിൽ തന്നെ നിൽക്കണം. അവർ ഈ നഗരത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി എവിടെയാ ഉള്ളതെന്ന് കണ്ടെത്തണം. അവരെ കണ്ടെത്തിയിട്ടേ ഇനി ഞാൻ തൃപ്പങ്ങോട്ടേക്ക് മടങ്ങിയുള്ളൂ. ഇനി ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയാലോ സാർ? ഒരാഴ്ചത്തേക്ക് കഴിയാൻ അഡ്വാൻസ് മുറി എടുക്കട്ടെ ഞാൻ എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, ഒരാഴ്ച വേണ്ട, ഒരൊറ്റ ദിവസം മതി. ഇവിടെ എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട്, ഒരു ഉപേന്ദ്രനാഥ വർമ്മ. പഠിക്കുന്ന നാൾ തൊട്ട് നല്ല സുഹൃത്താണ് അദ്ദേഹം. അന്നേക്കുറിച്ച് രാഷ്ട്രീയമുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ വീട്ടിൽ വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല മനുഷ്യനാണ്. നമ്മൾ അങ്ങോട്ട് വേണം പോകാൻ. അവിടെ പോയാൽ സാറിനുള്ള സൗകര്യം ഉണ്ടാവുമോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. സിറ്റിയിൽ തന്നെ കൊട്ടാരം പോലെ ഒരു വീടുണ്ട്. മുമ്പ് ഞാനവിടെ താമസിച്ചിട്ടുണ്ട്, സ്വന്തം വീട്. അവിടെ താമസിച്ചുകൊണ്ടും ഈ നഗരം കേന്ദ്രീകരിച്ചും കൊണ്ടുവേണം രാധയ്ക്കും അനുജത്തിക്കുമാർക്കുമുള്ള നമ്മുടെ അന്വേഷണം തുടങ്ങാൻ. എത്ര നാൾ എടുത്തിട്ടാണെങ്കിലും ഏതൊക്കെ വഴിയിൽ സഞ്ചരിച്ചിട്ടായാലും എൻ്റെ മകൻ അവനെ തട്ടിയെടുത്ത് നശിപ്പിച്ച പെൺകുട്ടികളെയും കണ്ടെത്തി പോയിരിക്കും. എന്നിട്ട് ഈ മേഘനാഥനും ഇവിടെ നിന്ന് പോകൂ. അതാണ് എൻ്റെ തീരുമാനം, ഉറച്ച തീരുമാനം. വീറോടെയും വാശിയോടെയും അത് പറയുകയാണ് മേഘനാഥൻ. ശേഷം കാണിക്കുന്നത് തുളസിയുടെ ഫോണിലേക്ക് ആര്യ വിളിക്കുന്നു. ഫോൺ സീതയ്ക്ക് കൊടുക്കുകയാണ് തുളസി. നേരത്തെ അച്ചു വീട്ടിൽ വന്നു എന്ന് മാത്രം പറഞ്ഞ് അഞ്ജലി ഫോൺ വെച്ചിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സമാധാനമായത്. കൂടുതൽ എന്തൊക്കെയായെന്ന് പറയാനാണ് ഞാൻ നിന്നെ പിന്നീട് വിളിച്ചത്. പിന്നീട് എല്ലാം നോർമലായി സീതമ്മേ. അച്ചു വരുന്നതിന് മുമ്പ് തന്നെ ആകെ തകർന്നു വരികയായിരുന്നു വല്യേച്ചി. ജീവിതത്തിൽ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയ അവസ്ഥയിൽ വല്യേച്ചി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അച്ചുവേട്ടൻ വന്നപ്പോൾ സിറ്റുവേഷൻ ആകെ മാറി. വല്യേച്ചിയും ഞങ്ങളും ഇപ്പോൾ സന്തോഷത്തിലാണ്, വലിയ സന്തോഷത്തിൽ. എനിക്ക് ആര്യ പറഞ്ഞപ്പോൾ സീത പറയുന്നു, എനിക്ക് മനസ്സിലാകും. അച്ചൂട്ടനെ അവൾ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും പേറ്റ് നോവിനേക്കാൾ വലിയ നോവ് ഇന്ന് അവൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകും. അഞ്ജലിയുടെ ലോകത്തിന്റെ അച്ചുതണ്ട് തന്നെ അച്ചൂട്ടനും നിങ്ങൾ അനിയത്തിമാരുമാണ്. നിങ്ങൾ ഒരാളുടെ കാലിൽ മുള്ളുകൊണ്ടാൽ മുറിയുന്നതും നീറുന്നതും അവൾക്കാണ്. അറിയാം സീതമ്മേ, അറിയാം. ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം. ഇങ്ങനെ ഒരു ചേച്ചി കിട്ടിയത് ഞങ്ങൾ ചെയ്ത മുൻജന്മ പുണ്യമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഇങ്ങനെ തന്നെ ആവണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം എന്നും ആര്യ പറയുന്നുണ്ട്. ആഗ്രഹം നല്ലതാണ്, പ്രതീക്ഷയുമെന്ന് സീതയും. കോട്ടയ്ക്കൽ മേഘനാഥിന്റെ നിഴല് പോലും ഇനി ആ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കേ. എന്നാലേ നിങ്ങൾക്ക് സന്തോഷം നിലനിൽക്കോ, അല്ലെങ്കിൽ ആപത്താണ്, കൊടിയ ആപത്ത് എന്ന് പറഞ്ഞ് സീതമ്മ വെക്കുന്നു ടെൻഷനോടെ ആര്യയും. ശേഷം കാണിക്കുന്നത് മേഘനാഥിന്റെ കൂട്ടുകാരൻ മേയർ. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് മേഘനാഥൻ. വീടിന്റെ മുറ്റത്ത് കാർ കൊണ്ട് നിർത്തുന്നു. വലിയ ഒരു വീട് തന്നെ. കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, സാറിന്റെ കൂട്ടുകാരൻ പഴയ മേയറാണെന്നല്ലേ പറഞ്ഞത്? ഇത് നമ്മുടെ തൃപ്പങ്ങോട് തറവാടിനെ പോലെ വലിയ വീടാണല്ലോ. ഉദയന്ദ്രവർമ്മ നല്ല തറവാടിയാണ്. 8-10 തലമുറ ഇരുന്നുണ്ണാൻ യോഗമുള്ള നല്ല മനുഷ്യൻ. രാഷ്ട്രീയം കയറി തലയ്ക്ക് പിടിച്ചു എന്ന ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഉദയന്ദ്രവർമ്മ അവിടേക്ക് വരുന്നത്. താൻ ഈ പട്ടണത്തിലുണ്ടെന്ന് ഞാൻ കരുതിയതേയില്ല എന്ന് ഉദയന്ദ്രവർമ്മ മേഘനാഥനോട് പറയുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇന്നലെ പാതിരാത്രി വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് പഴയ കോട്ടയ്ക്കൽ മേഘരാജ് ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ മേഘനാഥൻ പറയുന്നു, പഴയതല്ല, ഇപ്പോഴും കോട്ടയ്ക്കലെ യുവരാജാവും മഹാരാജാവും ഞാൻ തന്നെ. രാജ്യം ഒന്ന് വിസ്താരപ്പെടുത്താനുള്ള ശ്രമമാണ്. പെട്ടെന്നാണ് ഇവിടെ ഒരു ആവശ്യമുണ്ടായത്. 3-4 ദിവസം ഇവിടെ തുടരേണ്ടി വരും. അപ്പോൾ പിന്നെ പഴയ സീനിയർ ചങ്ങാതിയോടൊപ്പം വരാമെന്ന് വിചാരിച്ചു. വലിയ സന്തോഷം. ഏതായാലും താൻ വന്നത് വലിയ സന്തോഷമുള്ള സമയത്താണ്. എൻ്റെ മകളുടെ കല്യാണമാണ്.
ഇതുവരെ വന്ന സ്ഥിതിക്ക് താനും കൂടി ഇവിടെ കൂടി അവളെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി. തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തുടർന്നു വരും. ഇവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കാതെ പോകാൻ കഴിയില്ലല്ലോ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഉദയേന്ദ്രവർമ്മ പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല, താൻ ഇവിടെ അങ്ങ് താമസിച്ചോളൂ. തൽക്കാലം മുറിയിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് അല്പം വിശ്രമിക്കുക. കല്യാണവുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകളുണ്ട് എനിക്ക്. ഇവന്റുകാരൊക്കെ ഇന്ന് വരും. അത് കഴിഞ്ഞ് നമുക്കൊന്നിരിക്കണം, വിശദമായി സംസാരിക്കണം എന്നും പറയുന്നു. താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു സഹായിയാണ് ഭാസ്കരൻ, ഭാസി എന്ന് വിളിക്കും. അയാളെയും പരിചയപ്പെടുകയാണ് ഉദയേന്ദ്രവർമ്മ. ജോലിക്കാരോട് സാറിന് മുറി കാണിച്ചു കൊടുക്കാനും ലഗേജുകൾ അകത്തേക്ക് കൊണ്ടുവയ്ക്കാനും പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥനും ഭാസിയും അകത്തേക്ക് പോയി. മേഘനാഥന് മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഭാസിക്ക് വേറെ റൂമും. ആ സമയത്താണ് കൃഷ്ണപ്രസാദും അഞ്ജലിയും അവിടെ എത്തിയത്. രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്കൂട്ടറിലാണ് വന്നത്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് വർമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കൃഷ്ണൻ. താനായിരുന്നോ ഹെൽമെറ്റ് വെച്ചോണ്ട്? ആളെ മനസ്സിലായില്ല. ഓരോന്നായി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് നിങ്ങളുടെ കാര്യമാണ്. പണ്ടൊക്കെ എല്ലാ വിശേഷവും വീട്ടുകാർ ചേർന്ന് സ്വയമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കൂടിച്ചേരലിന്റെ സുഖമുണ്ടായിരുന്നെങ്കിലും അതിൽ പല തലവേദനകളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ചടങ്ങുകളിൽ എന്ത് തകരാറുണ്ടായാലും നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കൃഷ്ണപ്രസാദ് പറയുന്നുണ്ട്. മനസ്സിലായി സാർ, ഇപ്പോൾ നടത്തിപ്പക്കാരായിട്ട് ഞങ്ങളെ വെക്കുമ്പോൾ കുറ്റം പറയാം എന്ന് സാരം. അതെ, അതിലെന്താ സംശയം? കുഴപ്പം വന്നാൽ കുറ്റം പറയുമെന്ന് ഉറപ്പല്ലേ? പിന്നെ കാരാകുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കും. ബന്ധുക്കളാവുമ്പോൾ അതൊരു ശ്രമകരമാകും. രണ്ടും രണ്ട് ലെവലാണ് കാര്യങ്ങൾ എന്ന് വർമ്മയും. അങ്ങനെ അവരെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് വർമ്മ. പിന്നെ എങ്ങനെയൊക്കെയാണ് സർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടുനടപ്പ് അനുസരിച്ചാണോ അതോ വെസ്റ്റേൺ സ്റ്റൈലിൽ ഗ്രാൻഡ് ആയിട്ടാണോ? വർമ്മ പറയുന്നു. മനസ്സിലായി, അത് എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. മോള് വിദേശത്തേക്ക് പോയി പഠിച്ചു വന്നതാണ്. പക്ഷേ അവൾക്കിപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ മലയാളി പെണ്ണ് തന്നെ. വിദേശത്തുള്ള ഒരു സുഹൃത്തിനെ പോലും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുമില്ല. നിങ്ങൾ തന്നെ പറ, ഏത് രീതിയിൽ വേണം കല്യാണം, ഏത് രീതിയിൽ വേണം ഭക്ഷണം എന്നൊക്കെ എന്ന് വർമ്മ അവരോട് പറയുന്നുണ്ട്. രണ്ടുപേരോടും ഇരിക്കാനും പറയുന്നു. അഞ്ജലി പറയുന്നു, അതായത് രാധ, ഞാനൊരു അഭിപ്രായം പറയട്ടെ? അതെ, പറയൂ. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് വർമ്മ പറയുന്നുണ്ട്. കല്യാണം എന്ന സങ്കല്പം തന്നെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമല്ലേ സർ? ഏത് നാട്ടിൽ പോയാലും ആ പാരമ്പര്യം മറക്കാൻ പാടുണ്ടോ നമ്മൾ? കുട്ടി പറഞ്ഞതാണ് ശരിയെന്ന് വർമ്മ. പാരമ്പര്യ രീതി അനുസരിച്ച് തന്നെ നമുക്ക് നടത്താം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അറിയാലോ, എനിക്ക് അല്പം രാഷ്ട്രീയമൊക്കെ ഉള്ളതാണ്. ഈ വീട് വെച്ചത് തന്നെ വലിയ അഴിമതിയാണെന്ന് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് കല്യാണം വലിയ മഹാമഹം ആക്കണമെന്നൊന്നും എനിക്കില്ല. വലിയ കുറച്ചു പേരെ ക്ഷണിച്ച് സിമ്പിളായ ഒരു ചടങ്ങ്. പക്ഷെ നമ്മുടെ ഗൗരവം നഷ്ടപ്പെടാനും പാടില്ല. എന്ത് പറയുന്നു? ഇത് കേട്ടേ കൃഷ്ണപ്രസാദ് പറയുന്നു, ഈ തീരുമാനം നല്ലതാണ് സർ. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഞങ്ങൾ അങ്ങനെയാണ് സെറ്റാക്കിയത്. ഇനി അതൊക്കെ അങ്ങ് നടപ്പാക്കിയാൽ മാത്രം മതി. ശരി നടക്കട്ടെ എന്ന് വർമ്മയും. ഇതേ സമയം മുറിയിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുകയാണ് മേഘനാഥൻ. ആ വീട്ടിൽ തന്നെയാണ് കൃഷ്ണനും രാധയും എത്തിയിരിക്കുന്നത്. ഞാൻ മകളെ വിളിക്കാം. ബ്രൈഡൽ മേക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ അറിയണ്ടേ? രാധേ എന്ന് വിളിക്കുന്നുണ്ട്. രാധ എന്നുള്ള പേര് കേട്ടപ്പോൾ മേഘനാഥൻ ഒന്ന് ഞെട്ടി. രാധ എന്ന് വിളിക്കുകയാണ്. മേഘനാഥൻ മുറിക്ക് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ രാധ അതുവഴി പോകുന്നത് മേഘനാഥൻ കാണുന്നു. രാധ എന്ന് പറഞ്ഞപ്പോൾ രാധ മേഘനാഥന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് നമ്മുടെ തൃപ്പംകുടത്തെ രാധയെ ഓർക്കുകയാണ് മേഘനാഥൻ. അതെ, രാധാവർമ്മ. മേഘനാഥൻ അങ്കിളല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നു പഴയ ചങ്ങാതി ഇങ്ങോട്ട് വരുന്ന കാര്യം. മേഘനാഥൻ പറയുന്നു, ഓ ഐ സി. രാധാവർമ്മ, വർമ്മ സാറിന്റെ മകൾ അല്ലേ? യു ക്യാരി ഓൺ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് രാധയെ പറഞ്ഞു വിടുന്നു. രാധ താഴേക്ക് വന്നു. മേഘനാഥൻ താഴെ എത്തിയിട്ടില്ല. എന്താ അച്ഛൻ വിളിച്ചതെന്ന് രാധ ചോദിക്കുന്നുണ്ട്. ഇവരാണ് നിങ്ങളുടെ കല്യാണത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത്, മേക്കപ്പ് ഉൾപ്പെടെ. മോൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി പറയാനോ നിർദ്ദേശിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. എൻ്റെ മകളാണ് രാധാവർമ്മ. ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ അച്ഛാ. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അപ്പോൾ പറയാം എന്ന് രാധ പറയുന്നുണ്ട്. പെട്ടെന്ന് രാധയ്ക്കൊരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോൾ അവിടെ വെച്ച് ഓഫാക്കുകയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വർമ്മ രാധയെ അവിടെ പിടിച്ചിരുത്തുന്നു. നിനക്ക് എന്താ ഇത്ര ധൃതി? താഴേക്ക് നീ വരുന്നതേ ഇല്ലല്ലോ. ടെൻഷനോടെ രാധ പറയുന്നു, അത് പുറത്തുനിന്ന് സുഹൃത്തുക്കളുടെ കോളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. ശരി, അവരെ നീ കല്യാണത്തിനോ വിളിച്ചിട്ടില്ല. ഫോണിലെങ്കിലും സംസാരിച്ച് വിശേഷങ്ങൾ അറിയിക്കേ. ശരി, പോയിക്കോ എന്ന് പറഞ്ഞ് രാധയെ പറഞ്ഞു വിടുകയാണ് വർമ്മ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുറപ്പിച്ചതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, ഐറ്റംസ് നിങ്ങൾ തന്നെ തീരുമാനിക്കേ. ഇതിനൊക്കെ കൂടി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണ്ടേ ഫോർമുലായിട്ട്
എന്ന് വർമ്മ പറയുന്നുണ്ട്. കൃഷ്ണപ്രസാദ് പറയുന്നു, ശരി ഞങ്ങളത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫയൽ എടുക്കുന്നുണ്ട്. എഗ്രിമെന്റും സാറിനെ കാണിക്കുന്നു. അദ്ദേഹം അതൊക്കെ വായിച്ചു നോക്കിയിട്ട് വെരി ഗുഡ്, ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ തന്നെ നിങ്ങളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, തീർച്ചയായും സാർ, വീഴ്ച പറ്റിയാൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം. മൊത്തം ഇവന്റ് ഞങ്ങൾ രണ്ടായിട്ടാണ് എഗ്രി ചെയ്യുന്നത്. കാറ്ററിംഗ് ഒരു സെക്ഷൻ, ബാക്കിയെല്ലാം കൂടി മറ്റൊരു സെക്ഷൻ. ഇത് കാറ്ററിംഗിന്റെ എഗ്രിമെന്റ്. അഞ്ജലിക്കാണ് അതിന്റെ മുഴുവൻ ഉത്തരവ് എന്നൊക്കെ കൃഷ്ണപ്രസാദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ വർമ്മ സൈൻ ചെയ്തു. ഇനി സൈൻ ചെയ്യാനുള്ളത് അഞ്ജലിയാണ്. സാറിനുള്ള കോപ്പി വേറെയും അഞ്ജലിക്കുള്ള കോപ്പി വേറെയും കൊടുക്കുന്നുണ്ട്. ഇത് എനിക്കുള്ള കോപ്പിയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു നോക്കുകയാണ് വർമ്മ. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, എല്ലാം മംഗളകരമായി നടത്തുന്നത് നിങ്ങൾ. തീർച്ചയായും സാർ, ഞങ്ങളത് തെളിയിച്ചിട്ടേ പോകൂ എന്നെ കൃഷ്ണൻ പറയുന്നു. അവർ കൈകൊടുത്ത് പിരിയുന്നുണ്ട്. അപ്പോഴാണ് മേഘനാഥൻ ബാൽക്കണിയിൽ കൂടി താഴേക്ക് നോക്കുന്നത്. കൃഷ്ണനും രാധയും കൂടി വണ്ടിയിലേക്കും കയറുന്നു. രണ്ടുപേരും ഹെൽമറ്റ് വെക്കുന്നുണ്ട്. കൃഷ്ണന്റെ സ്കൂട്ടറിലിരുന്ന് രാധ പോകുന്നു. മേഘനാഥൻ മുകളിൽ നിന്നത് കാണുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. മേഘനാഥൻ അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ സന്തോഷപൂർവ്വം ആസ്വദിച്ച് കാണുന്നു. ശേഷം കാണിക്കുന്നത് സ്കൂളിൽ നിന്നും അച്ചൂട്ടനെ വിളിക്കാൻ ലേറ്റായി. അച്ചൂട്ടൻ മാത്രം ഉള്ളൂ അവിടെ. പിണങ്ങിയിരിക്കുകയാണ് അച്ചൂട്ടൻ. ആരതിയും രാധയും കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ് അച്ചൂട്ടനെ വിളിക്കാനും അച്ചൂട്ടൻ്റെ പിണക്കം മാറ്റാനും. ട്രാഫിക് ആയതുകൊണ്ടാണ് അച്ചൂട്ടനെ വിളിക്കാൻ ലേറ്റായതെന്നും ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ചൂട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഈ അഞ്ജലിയമ്മ സമ്മതിച്ചില്ല എന്ന് ആരെയും പറയുന്നു. അതിപ്പോൾ അച്ചൂട്ടന് ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ ലേറ്റായത്. അച്ചൂട്ടൻ നമ്മളൊരു സമ്മാനം കരുതിയിട്ടുണ്ട്. ചോക്ലേറ്റ് കൊടുക്കുകയാണ് അഞ്ജലി. അങ്ങനെ 4 പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. അങ്ങനെ അവർ പോകാൻ തുടങ്ങിയപ്പോഴാണ് മേഘനാഥന്റെ കാർ അവിടെ വന്ന് നിൽക്കുന്നത്. മേഘനാഥനെ കണ്ടപ്പോൾ തന്നെ ഞെട്ടലോടെ അവർ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.